നമസ്കാരം. അക്ഷരം വീക്കിലി അപ്ഡേറ്റ്സിൻ്റെ പുതിയ പതിപ്പിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച സംഭവിച്ച പ്രധാന കാര്യങ്ങളാണ് നമ്മളിന്ന് വിലയിരുത്തുന്നത്. തായ്ലൻഡിൽ ഒരുപാട് രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിച്ച ആഴ്ചയായിരുന്നു കടന്നുപോയത്. 37 വയസ്സ് മാത്രം പ്രായമുള്ള പൈറ്ററ്റോങ് ഷിനവത്ര തായ്ലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റെടുത്തു. തായ്ലൻഡിൻ്റെ മുൻ പ്രധാനമന്ത്രിയും ബില്യനെയറുമായ തക്ഷിൻ ഷിനവത്രയുടെ ഇളയ മകളാണ് പൈറ്ററ്റോങ്. ഇതിനും 2 ദിവസങ്ങൾക്ക് മുമ്പാണ് തായ്ലൻഡിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രേത്ത തവസിനെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് തായ്ലൻഡ് സുപ്രീം കോടതി അയോഗ്യനാക്കുന്നത്. ഇതേ തുടർന്നാണ് പൈറ്ററ്റോങ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത്. രണ്ടുപേരും തക്ഷി നയിക്കുന്ന ഫുയ് തായ് പാർട്ടിയിലെ അംഗങ്ങളാണ്. 2023 ഇലക്ഷനിൽ രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഒറ്റകക്ഷിയായിരുന്നു ഫുയ് തായ് പാർട്ടി. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയാണ് 2023 ഇലക്ഷനിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്ന മൂവ് ഫോർവേഡ് പാർട്ടിയെ തായ്ലൻഡ് സുപ്രീം കോടതി പിരിച്ചുവിടുന്നത്. ഇതേ തുടർന്ന് ഈ പാർട്ടിയിലെ അംഗങ്ങൾ പുതിയൊരു പാർട്ടിയായിട്ട് മാറി പീപ്പിൾസ് പാർട്ടി എന്ന ഒരു പുതിയ നാമധേയം സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തനത്തിലേക്ക് തിരിച്ചു വന്നു. പക്ഷേ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ തായ്ലൻഡ് രാഷ്ട്രീയത്തിലേക്ക് വലിയ മാറ്റങ്ങൾ വരുന്നതാണ്. ആ തായ്ലൻഡ് രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്പെക്ട്രത്തിൽ മാറ്റങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം, തക്ഷിൻ ഷിനവത്ര 2023 തായ്ലൻഡിലേക്ക് തിരിച്ചു വരുന്നത്. മുൻപ് അദ്ദേഹത്തിന് 2006 അദ്ദേഹത്തിനെതിരെ പട്ടാള അട്ടിമറി നടത്തുകയും അദ്ദേഹത്തിന് പിന്നീട് വെളിയിൽ പോകേണ്ടി വരികയും ചെയ്തു. പിന്നീട് തക്ഷിൻ്റെ സഹോദരിയായിരുന്ന ഇംഗ്ലക് ഷിനവത്ര തായ്ലൻഡിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു. പക്ഷേ എന്നാൽ അവരെയും പിന്നീട് അട്ടിമറിയിലൂടെ പട്ടാള പുറത്താക്കുകയാണ് ഉണ്ടായത്. തായ്ലൻഡിൽ ശരിക്കും റോയൽ മിലിറ്ററി നെക്സസ് എന്നാണ് അതിനെ പറയുന്നത്. തായ്ലൻഡിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ്, രാജാവുണ്ട്. അതുപോലെ തന്നെ രാജാവിനെ മുന്നിൽ നിർത്തി പട്ടാളമാണ് തായ്ലൻഡിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പട്ടാളത്തിന് അഹിതമായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർ കാലാകാലങ്ങളിലായിട്ട് പുറത്തു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ 2023 ഇലക്ഷനിൽ ഈ പട്ടാളത്തിൻ്റെ ഈ ഒരു ആധിപത്യത്തിനെതിരെയാണ് മൂവ് ഫോർവേഡ് പാർട്ടി മുന്നോട്ട് വന്നത്. പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഒരു പാർട്ടിയായിരുന്നു അത്. ഇങ്ങനെ അതേ ആരോപണം തന്നെയാണ് ഈ പാർട്ടിയെ പിരിച്ചുവിടാൻ വേണ്ടിയും സുപ്രീം കോടതി ഉപയോഗിക്കുന്നത്. സുപ്രീം കോടതിയും പലപ്പോഴും ഇത്തരത്തിൽ പട്ടാളത്തിൻ്റെയും രാജാവിൻ്റെയും എല്ലാം ഒരു ചട്ടുകമായിട്ട് വർത്തിക്കുന്നതാണ് തായ്ലൻഡിൻ്റെ രാഷ്ട്രീയത്തിൽ നമുക്ക് കാണുന്നത്. തായ്ലൻഡിൽ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ അവസ്ഥ, മുൻപ് പട്ടാളത്തിന് ശത്രുവായിരുന്ന തക്ഷിൻ ഇപ്പോൾ പട്ടാളവുമായിട്ട് അടുത്ത് പട്ടാള പാർട്ടികളുമായിട്ട് ചേർന്നാണ് 2023 മുതൽ തക്ഷിൻ്റെ പാർട്ടിയായിട്ടുള്ള ഫുയ് തായ് പാർട്ടി ഭരണം നടത്തുന്നത്. അപ്പോൾ നേരത്തെ വിപ്ലവ സ്വഭാവം ഉണ്ടായിരുന്ന ഫുയ് തായ് പാർട്ടി പിന്നീട് കുറേ കൂടെ മാറി പട്ടാളത്തിനോടും രാജാവിനോടും മമത പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് നീങ്ങുന്നത് നമുക്ക് കാണാം. അതുപോലെ മറ്റൊരു വശത്ത് ആ ഒരു വിപ്ലവ സ്വഭാവം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മൂവ് ഫോർവേഡ് പാർട്ടി മുന്നോട്ട് വരുന്നു. ഇപ്പോൾ അതിനെ പിരിച്ചുവിട്ടെങ്കിലും പീപ്പിൾസ് പാർട്ടി എന്ന പുതിയ നാമധേയം സ്വീകരിച്ചുകൊണ്ട് അതേ വിപ്ലവ ആശയങ്ങളുമായിട്ട് പീപ്പിൾസ് പാർട്ടിയും മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇനി തായ്ലൻഡിൽ എന്ത് മാറ്റങ്ങൾ നടക്കുമെന്ന് നമുക്കറിയില്ല. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ബംഗ്ലാദേശിൽ നടന്ന വലിയ മാറ്റങ്ങൾ നമ്മൾ കണ്ടതാണ്. തായ്ലൻഡിലും ഇതുപോലെ വിപ്ലവകരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയ്ക്ക് വകയുണ്ട്. നമുക്കറിയാം, തായ്ലൻഡ് ബിംസ്റ്റെക്കിലെ ഒരു അംഗമാണ്. ഇന്ത്യയുടെ കണക്ടിവിറ്റി പ്രൊജക്റ്റിലെല്ലാം തായ്ലൻഡിനും വലിയ പങ്കാണുള്ളത്. ബിംസ്റ്റെക്കിൻ്റെ അടുത്ത മീറ്റിംഗ് സെപ്റ്റംബറിൽ തായ്ലൻഡിൽ തലസ്ഥാനമായിട്ടുള്ള ബാങ്കോക്കിൽ നടക്കാനിരിക്കുകയാണ്. തായ്ലൻഡിൽ ഈ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഇനി ആ ബിംസ്റ്റെക് മീറ്റിംഗ് എല്ലാം ഒരു അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. അതുപോലെ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മുന്നേറ്റം കഴിഞ്ഞ ആഴ്ച ഉണ്ട്. അതൊരു പട്ടാള മുന്നേറ്റം തന്നെയായിരുന്നു. നമുക്കറിയാം, റഷ്യ യുക്രൈൻ യുദ്ധം തുടരുകയാണ്. അതിൽ റഷ്യക്കായിരുന്നു കുറേ നാളുകളായിട്ട് മേലക്കൈ. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് റഷ്യയുടെ ഉള്ളിലേക്ക് കുർസ്ക് പ്രദേശത്തേക്ക് ഒരു മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് യുക്രൈൻ. വളരെ അപ്രതീക്ഷിതമായിട്ട് റഷ്യയുടെ സകല ഇൻ്റലിജൻസ് സംവിധാനത്തിനെയും നോക്കുകുത്തിയാക്കിക്കൊണ്ട് യുക്രൈൻ നടത്തിയ മുന്നേറ്റത്തിൽ ഏകദേശം 10,000 സ്ക്വയർ കിലോമീറ്ററോളം ഏരിയ കുർസ്കിൻ്റെ ഉള്ളിലേക്ക് യുക്രൈൻ പിടിച്ചെടുത്തു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇന്നലെ കുർസ്കിൽ പ്രധാന നഗരമായിട്ടുള്ള സുദേശയും യുക്രൈൻ ആർമി പിടിച്ചെടുത്തു. ഇത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രഹരം തന്നെയാണ് ഈ ഒരു ആക്രമണമെന്ന് നമുക്ക് പറയാം. നേരത്തെ ഡൊണസ്ക് ഏരിയയിൽ നടത്തിയ മുന്നേറ്റം റഷ്യ ഇപ്പോഴും തുടരുന്നുണ്ട്. അവിടെയും പോപ്രോവിസ്ക് പോലെയുള്ള പുതിയ ടൗണുകൾ ഡൊണസ്ക് ഏരിയയിൽ യുക്രൈൻ്റെ പ്രദേശങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് റഷ്യ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മിലിറ്ററി വിദഗ്ധരെല്ലാം റഷ്യ പതിയെ ഒരു വിജയത്തിലേക്ക് നീങ്ങുന്നു എന്ന് ചിന്തിച്ചെടുത്താണ് യുക്രൈൻ്റെ ഈ ഒരു അപ്രതീക്ഷിത മുന്നേറ്റം.
അപ്പോൾ ഇതിൻ്റെ ഭാവി എന്തായിരിക്കുമെന്ന് നമുക്കറിയില്ല. ഇപ്പം റഷ്യൻ്റെ റീഇൻഫോഴ്സ്മെൻ്റ് ഒക്കെ വന്നിട്ട് പോലും യുക്രൈൻ ആർമിയെ കുർസ്കിൽ നിന്നും പിന്നോട്ടടിക്കാൻ റഷ്യക്ക് സാധിച്ചിട്ടില്ല. അപ്പം ഈ ഭൂമി എത്ര നാൾ കൈവശം വെച്ചുകൊണ്ടിരിക്കാൻ യുക്രൈന് പറ്റും എന്ന് തന്നെ ആശ്രയിച്ചിരിക്കും ഇനി യുക്രൈൻ്റെ ഭാവി. യുക്രൈനെ സംബന്ധിച്ചിടത്തോളം പല ഉദ്ദേശങ്ങളും ഈ മുന്നേറ്റത്തിന് പിന്നിലുണ്ട്. ഒന്ന്, ഇനിയിപ്പോൾ ഒരു ഡൊണാൾഡ് ട്രംപ് അഡ്മിനിസ്ട്രേഷനൊക്കെ അമേരിക്കയിൽ വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു ഒത്തുതീർപ്പിലേക്കൊക്കെ പോകേണ്ടി വരികയാണെങ്കിൽ, ഇപ്പോൾ റഷ്യയുടെ കുറച്ച് ഭൂമി തങ്ങളുടെ പക്കലുണ്ടെങ്കിൽ റഷ്യ പിടിച്ചെടുത്ത ഭൂമിയുമായിട്ട് അതിനെ എക്സ്ചേഞ്ച് ചെയ്യാം എന്നൊരു അഡ്വാൻറ്റേജ് ആ ഒരു നെഗോഷിയേഷൻ ടേബിളിൽ യുക്രൈന് ലഭിക്കും. അതുപോലെ തന്നെ റഷ്യയുടെ ഉള്ളിലേക്ക് ആക്രമണം നടത്തുക വഴി ഡൊണക്സ് റീജിയണിലൊക്കെ റഷ്യ കേന്ദ്രീകരിച്ചിരുന്ന സൈനിക മുന്നേറ്റത്തെ ദുർബലപ്പെടുത്താനും അവിടെ നിന്ന് ആർമിയെ പിൻവലിച്ച് ഈ കുർസ്ക് റീജിയണിലേക്ക് വിന്യസിക്കാൻ റഷ്യ നിർബന്ധിതമാക്കപ്പെടുകയും ചെയ്യും. അപ്പം അതോടുകൂടി ഡൊണക്സ് മേഖലയിലേക്കുള്ള റഷ്യയുടെ മുന്നേറ്റം നിലയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരം ലക്ഷ്യങ്ങളാണ് യുക്രൈനുള്ളത്. അപ്പോൾ എത്ര നാൾ യുക്രൈൻ ഈ റഷ്യയിലെ മുന്നേറ്റം തുടരാൻ പറ്റും എന്നതിനെ ആശ്രയിച്ചിരിക്കും യുക്രൈൻ്റെ ഈ ഒരു നീക്കത്തിൻ്റെ ഭാവി. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ചയുടെ തുടർച്ചയാണ് ബംഗ്ലാദേശിലെ അവസ്ഥ. ബംഗ്ലാദേശിലെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തു, മുഹമ്മദ് യൂനൂസിൻ്റെ താൽക്കാലിക സർക്കാർ അധികാരമേറ്റു. പക്ഷേ ആക്രമണങ്ങൾ പരക്കെ ഇപ്പോഴും തുടരുന്നുണ്ട്. കുറേയൊക്കെ അതിനൊരു വിരാമമായെങ്കിലും ആക്രമണങ്ങൾ, വളരെ പ്രത്യേകിച്ച് ന്യൂനപക്ഷ ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണം ഇപ്പോഴും തുടരുകയുണ്ട്. ബംഗ്ലാദേശിലെ ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധിസ്റ്റ് അസോസിയേഷൻ, ന്യൂനപക്ഷങ്ങളുടെ ഏറ്റവും വലിയ അസോസിയേഷനാണ്. അവരുടെ റിപ്പോർട്ട് പ്രകാരം 250-ലധികം ആക്രമണങ്ങൾ ഹിന്ദുക്കൾക്കെതിരെയുണ്ടായി. പല ക്ഷേത്രങ്ങളും ആക്രമിക്കപ്പെട്ടു, ഹിന്ദുക്കളുടെ വീടുകൾ ആക്രമിക്കപ്പെട്ടു. ഇത് പറയുന്നത് പ്രത്യേകിച്ച് അവാമി ലീഗ് പ്രവർത്തകരായിരുന്ന ഹിന്ദുക്കൾക്കെതിരെയാണ് കൂടുതൽ ആക്രമണം നടക്കുന്നതെന്നാണ് കേൾക്കുന്നത്. എന്നാൽ പോലും ക്ഷേത്രങ്ങളൊക്കെ ആക്രമിക്കപ്പെടുന്ന അവസ്ഥയുണ്ട്. ഖുൽന, മെമേൻ സിംഗ് മുതലായ പ്രദേശങ്ങളിലെല്ലാം വ്യാപകമായിട്ടുള്ള ആക്രമണം ആണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ബംഗ്ലാദേശിൻ്റെ ചീഫ് അഡ്വൈസറായിട്ടുള്ള മുഹമ്മദ് യൂനൂസ് ഈ ആക്രമണങ്ങൾ ഉടനടി നിർത്തുമെന്ന്, അതിന് ശക്തമായ നടപടിയെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്കിനി കാത്തിരുന്ന് കാണാം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഷെയ്ഖ് ഹസീനയുടെ ഭാവിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ ആഴ്ച നടത്തിയ ഇൻ്റർവ്യൂവിൽ ഷെയ്ഖ് ഹസീന വളരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ഇപ്പോൾ അമേരിക്കയാണ് ഈ മാറ്റത്തിന് പിന്നിൽ. സെൻറ്റ് മാർട്ടിൻ ഐലൻഡിൽ അമേരിക്കയ്ക്ക് ഒരു മിലിറ്ററി ബേസ് കൊടുക്കാതിരുന്നത് കൊണ്ടാണ് അമേരിക്ക ഇത്തരത്തിലുള്ളൊരു കാര്യം ആസൂത്രണം ചെയ്തത് എന്നാണ് അവരുടെ ആരോപണം. ഇത് ശരിക്കും ബംഗ്ലാദേശിലെ ഈ താൽക്കാലിക സർക്കാരിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അവർ ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പിനോട് അവർ കൊടുത്തിട്ടുള്ള സന്ദേശം, ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇനിയും ഷെയ്ഖ് ഹസീന തുടരുകയാണെങ്കിൽ ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധം വഷളാകുമെന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം സംഭവിച്ചിരിക്കുന്നത്, ഈ അഡ്മിനിസ്ട്രേഷനിലെ ബംഗ്ലാദേശിലെ താൽക്കാലിക ഭരണവ്യവസ്ഥയിലെ വിദേശകാര്യവുമായിട്ട് ബന്ധപ്പെട്ട അഡ്വൈസറായിട്ടുള്ള വ്യക്തി, അദ്ദേഹം പറഞ്ഞത് ഷെയ്ഖ് ഹസീനയെ ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് എക്സ്ട്രഡിറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അത്തരം ഒരു സംഗതിയിലേക്ക് ബംഗ്ലാദേശിലെ ഭരണകൂടം നീങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായിരിക്കും അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത്. അപ്പം ഈ രീതിയിൽ സങ്കീർണത, ഈ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. അതുപോലെ തന്നെ ബംഗ്ലാദേശിലെ BNPയും അവാമി ലീഗും പെട്ടെന്നൊരു ഇലക്ഷൻ നടത്തണമെന്നുള്ള രീതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്, സ്റ്റുഡൻസ് മൂവ്മെൻറ്റിൻ്റെ ഒരു ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അത്ര പെട്ടെന്ന് തിരക്കിട്ടൊരു ഇലക്ഷൻ വേണ്ട, സ്ഥിതിഗതികൾ ശാന്തമാകട്ടെ എന്നുള്ള നിലപാടാണ് വിദ്യാർത്ഥികളുടേത്. ആർമി ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു സ്റ്റാൻഡ് എടുത്തില്ല. ഇപ്പോൾ ബംഗ്ലാദേശ് നമ്മളിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ 3 സ്റ്റേക്ക് ഹോൾഡേഴ്സാണ് ഇപ്പോൾ ഉള്ളത് എന്ന് നമുക്ക് പറയാം. ഒരു വശത്ത് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ്, അടുത്തതായിട്ട് ട്രഡീഷണൽ പാർട്ടികളായിട്ടുള്ള ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി, അവരുടെ സഖ്യകക്ഷിയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി, പിന്നീട് ആർമി. ഇങ്ങനെ 3 പവർ സെൻറ്റേഴ്സാണ് ഇപ്പോൾ നിലവിൽ ബംഗ്ലാദേശിലുള്ളത്. അതിൽ തന്നെ ഇപ്പം മുൻകൈ ഉള്ളത് വിദ്യാർത്ഥി മുന്നേറ്റത്തിനാണ്. വിദ്യാർത്ഥികളുടെ ഒരു പ്രതിനിധി കഴിഞ്ഞ ദിവസം പറഞ്ഞത് അവരൊരു രാഷ്ട്രീയ പാർട്ടി രൂപവത്കരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കും. ഇതുവരെ ഒരു വശത്ത് BNP, മറുവശത്ത് അവാമി ലീഗ് മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്ന ബംഗ്ലാദേശിൻ്റെ ഭരണവ്യവസ്ഥയിലേക്ക് പുതിയൊരു കക്ഷിയുടെ വരവായിരിക്കും ഇതുവഴി സൃഷ്ടിക്കുക. പിന്നെ നമുക്ക് കാത്തിരുന്ന് കാണാൻ വരുന്ന ആഴ്ചകളിൽ എന്തായിരിക്കും ബംഗ്ലാദേശിൽ സംഭവിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു വലിയൊരു ഭീതിയും ആശങ്കയും വിതച്ചുകൊണ്ട് എംപോക്സ് രോഗം പടരുകയാണ്.
അപ്പം കഴിഞ്ഞ ആഴ്ചയാണ് WHO എംപോക്സിനെ ഗ്ലോബൽ പബ്ലിക് ഹെൽത്ത് എമർജൻസി ആയിട്ട് പ്രഖ്യാപിച്ചത്. ഇത് WHO തന്നെ ഒരു ഉയർന്ന വാണിംഗ് ആണ് ഇത്, ഇങ്ങനെ ഗ്ലോബൽ പബ്ലിക് ഹെൽത്ത് എമർജൻസി ആയിട്ടൊരു രോഗത്തെ പ്രഖ്യാപിക്കുക എന്നുള്ളത്. എംപോക്സ് രോഗം അത് ഇതുവരെ കേന്ദ്രീകരിച്ചിരുന്നത് കോങ്കോ ബേസിനിലും അതുപോലെ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിലുമായിരുന്നു. ഇത് ഒരു വൈറസ് രോഗബാധയാണ്. സ്മോൾ പോക്സിൻ്റെ ഇനത്തിൽപ്പെട്ട അതേ വൈറസ് തന്നെയാണ് ഈ മങ്കി പോക്സ് വൈറസ് എന്നറിയപ്പെടുന്ന ഈ രോഗം. മുമ്പും അറിയപ്പെട്ടിരുന്നത് മങ്കി പോക്സ് എന്നാണ്. ഇത് 1950കളിൽ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിലും കോങ്കോയിലും കുരങ്ങന്മാരിലാണ് ഇത് ആദ്യമായിട്ട് കണ്ടെത്തിയത്. പിന്നീട് 1970ലാണ് മനുഷ്യരിൽ ഇത് പടരുന്നതായിട്ട് ആദ്യമായിട്ട് റിപ്പോർട്ട് വരുന്നത്. പിന്നീട് 90കൾ മുതൽ കോങ്കോ ബേസിനിൽ അതുപോലെ തന്നെ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിന് 2 പ്രദേശങ്ങളിലായിട്ട് ഈ മങ്കി പോക്സ് വ്യാപകമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. ഇത് 2022 ഇത് ബ്രിട്ടനിലടക്കം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ഇത് പടരുകയും ഒരു പബ്ലിക് ഹെൽത്ത് എമർജൻസി കൺസേൺ ആയിട്ട് WHO ഒന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. വളരെ ഒരു ആശങ്കാജനകമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് നമുക്കറിയാം. ഇതിന് മരണനിരക്ക് കൂടുതലുള്ളൊരു രോഗമാണ്. ഇതുവരെ 10,000-ലധികം ആളുകൾക്ക്, അത് പ്രധാനമായിട്ടും സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിലും കോങ്കോയിലുമാണ് ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 500-ലധികം മരണങ്ങൾ ആഫ്രിക്കയിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വീഡനിലും പാകിസ്ഥാനിലും വരെ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അപ്പം ലോകം ജാഗ്രതയോടെ ഇരിക്കേണ്ട ഒരു സമയമാണ് ഇനി വരുന്നതെന്ന് നമുക്ക് പറയാം. ഇനി നമ്മൾ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹിൻഡൻബർഗ് റിസർച്ചിൻ്റെ 2ാമത്തെ റിപ്പോർട്ട് പുറത്തു വന്നത് കഴിഞ്ഞ ആഴ്ചയാണ്. അദാനി ഗ്രൂപ്പിനെതിരെയും അതുപോലെ തന്നെ സെബി ചെയർപേഴ്സണായ മാധവി പുരിബുച്ചിനെതിരെയുമായ ആരോപണങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഹിൻഡൻബർഗ് റിസർച്ചിൻ്റെ ഈ 2ാമത്തെ റിപ്പോർട്ടിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ 2023 ജനുവരിയിൽ വന്ന ഹിൻഡൻബർഗിൻ്റെ ആദ്യത്തെ റിപ്പോർട്ടിലേക്ക് നമ്മൾ സഞ്ചരിക്കണം. ഈ ഹിൻഡൻബർഗ് എന്ന് പറയുന്ന സ്ഥാപനം അത് അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള ഒരു ഷോർട്ട് സെല്ലിംഗ് സ്ഥാപനമാണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഫോറൻസിക് റിസർച്ചും നടത്തുന്ന സ്ഥാപനമാണ്. ഇവരുടെ 2023 ജനുവരിയിൽ വന്ന റിപ്പോർട്ട് അത് അദാനി ഗ്രൂപ്പിനെതിരായ അദാനി ഗ്രൂപ്പ് നടത്തിയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനികൾ അവരുടെ ഓഹരിയുടെ 75% മാത്രമേ സ്വന്തം കയ്യിൽ വെക്കാൻ പറ്റുള്ളൂ. ബാക്കി 25% അവർ മാർക്കറ്റിലേക്ക് വിൽക്കണം. എന്നാൽ അദാനി ഗ്രൂപ്പ് ഈ 25% മൗറീഷ്യസിലും ബഹാമസിലുമൊക്കെയുള്ള ഷെൽ കമ്പനികൾ വഴി അവർ അത് വാങ്ങുകയും അതുവഴി അവരുടെ ഓഹരി മൂല്യം പെരുപ്പിച്ച് കാട്ടുകയും ചെയ്തു എന്നാണ് ഈ 1ാമത്തെ റിപ്പോർട്ടിൽ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഷെൽ കമ്പനികൾ വഴി ഇന്ത്യയിലേക്ക് കള്ളപ്പണം ഒഴുകുകയും അത് വെളുപ്പിച്ചെടുക്കുകയും ചെയ്തു എന്ന ആരോപണവും ഈ 2023 റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഇത് സ്വാഭാവികമായിട്ടും അന്വേഷിക്കേണ്ടത് സെബിയാണ്. അങ്ങനെ സെബിയുടെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ എക്സ്പേർട്ട് കമ്മീഷനെ വെക്കുകയും ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരം അദാനിക്കെതിരെയുള്ള 24 ആരോപണങ്ങളിൽ 23 എണ്ണത്തിൽ സെബി അന്വേഷണം പൂർത്തിയാക്കുകയും ഒരു കാര്യത്തിൽ അന്വേഷണം വിവരങ്ങൾ പൂർണ്ണമായിട്ട് ലഭിക്കാത്തത് കൊണ്ട് ഇപ്പോഴും പൂർത്തിയായിട്ട് ഇല്ല എന്ന റിപ്പോർട്ടാണ് സുപ്രീം കോടതിയിലേക്ക് സെബി അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ എക്സ്പേർട്ട് കമ്മീഷന് സെബി നൽകിയത്. അപ്പം ഇനി നമുക്ക് ഹിൻഡൻബർഗ് റിസർച്ചിൻ്റെ ഈ പുതിയ ആരോപണത്തിലേക്ക് വരാം. അപ്പോൾ ഈ പുതിയ ആരോപണത്തിൽ ഹിൻഡൻബർഗ് പറയുന്നത് സെബിയുടെ ചെയർപേഴ്സണായുള്ള മാധവി പുരിബുച്ച് അവർക്ക് ഈ ഓഹരി സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേഷനുമായിട്ട് ബന്ധപ്പെട്ട അദാനി ഗ്രൂപ്പിൻ്റെ ഈ ഷെൽ കമ്പനികളിൽ മൗറീഷ്യസ് കേന്ദ്രീകരിച്ച ഈ ഷെൽ കമ്പനികളിൽ മാധവി പുരിബുച്ചിനും അവരുടെ ഭർത്താവായിട്ടുള്ള ധവൽ പുച്ചിനും നിക്ഷേപമുണ്ട് എന്നാണ് ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ വളരെ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് മാധവി പുരിബുച്ചുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അദാനിക്കെതിരായിട്ടുള്ള അന്വേഷണങ്ങൾ ഈ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ സെബിക്ക് പൂർത്തിയാക്കാൻ പറ്റാത്തത്. അപ്പോൾ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഉന്നയിച്ചത്. 2015 ഇവർ സെബിയിൽ അംഗമാകുന്നതിന് മുമ്പാണ് മാധവി പുരിബുച്ച് മൗറീഷ്യസിലെ ഷെൽ കമ്പനിയിൽ നിക്ഷേപം നടത്തുന്നത്. അദാനിയുടെ ജ്യേഷ്ഠനായിട്ടുള്ള വിനോദ് അദാനിയുടെ ഷെൽ കമ്പനിയാണ് മൗറീഷ്യസിലേത്. പിന്നീട് 2017 മാധവി പുരിബുച്ച് സെബിയുടെ പൂർണ്ണ അംഗത്തിലേക്ക് വരുന്നത്.
അപ്പം ഹിൻഡൻബർഗിന് ഈ ആരോപണം മാത്രമല്ല, കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മാധവി പുരോഹിതിനെതിരെ മറ്റൊരു ആരോപണവും കൂടി ഹിൻഡൻബർഗ് റിസർച്ച് ഉന്നയിക്കുന്നുണ്ട്. സെബിയിൽ പൂർണ്ണ അംഗമാകുന്നതോടുകൂടി സെബിയുടെ ചട്ടപ്രകാരം മറ്റ് വരുമാന മാർഗങ്ങൾ ആ പൂർണ്ണ അംഗത്തിന് ഉണ്ടാവരുത്, മറ്റ് ബിസിനസ്സുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവരുത്. എന്നാൽ മാധവി പുരിപ്പിച്ച് അവർ ആദ്യമായിട്ടാണ്, നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ആദ്യമായിട്ടാണ് ഒരു സ്വകാര്യ വ്യക്തി, ഒരു സ്വകാര്യ കമ്പനികളിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തി സെബിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നു. മുമ്പൊക്കെ സർക്കാർ സർവീസുകളിൽ നിന്നും റിട്ടയർ ചെയ്യപ്പെട്ട ആളുകളൊക്കെയാണ്, പ്രത്യേകിച്ച് IAS നിന്നും IRS നിന്നുമൊക്കെ റിട്ടയർ ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥരാണ് സെബിയുടെ തലപ്പത്തേക്ക് വരുന്നത്. ആദ്യമായിട്ടാണ് സ്വകാര്യ മേഖലയിൽ നിന്നൊരാൾ സെബിയുടെ തലപ്പത്തേക്ക് വരുന്നത്. മാധവി പുരിപ്പിച്ച് ഇതിനു മുമ്പ് സിംഗപ്പൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് കൺസൾട്ടൻസി സ്ഥാപനങ്ങളൊക്കെ നടത്തുകയാണ്. നമുക്ക് 2 കൺസൾട്ടൻസി സ്ഥാപനങ്ങൾ, അഗോര പാർട്ട്നേഴ്സ് സിംഗപ്പൂർ കേന്ദ്രീകരിച്ചും അഗോര സർവീസസ് ഇന്ത്യ കേന്ദ്രീകരിച്ച് അവരുടെ ഭർത്താവും നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം ഹിൻഡൻബർഗ് റിസർച്ചിൻ്റെ മറ്റൊരു ആരോപണം, ഇവർ സെബിയിൽ പൂർണ്ണ അംഗമായതിനു ശേഷവും ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഇന്ത്യയിൽ ഇവരുടെ അഗോറ പാർട്ട്നേഴ്സിലെ ഇവരുടെ ഷെയർ ഇവർ വിൽക്കാതെ ഇവർ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയും ഏകദേശം 3 കോടിയോളം രൂപ അവർക്ക് ഈ കാലയളവിൽ ഈ ഇന്ത്യൻ കൺസൾട്ടൻസി സ്ഥാപനത്തിൽ നിന്ന് അവർ ലാഭമായിട്ട് കൈപ്പറ്റുകയും ചെയ്തു. ഇത് സെബിയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. അപ്പം ഈ ആരോപണങ്ങളാണ് നിലവിൽ, ഈ 2 ആരോപണങ്ങൾ പ്രധാനമായിട്ടും ഹിൻഡൻബർഗിൻ്റെ ഈ 2ാമത്തെ റിപ്പോർട്ടിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് പാർലമെൻറ്റിൽ വലിയ പ്രത്യാരോപണങ്ങൾക്ക് കാരണമായി. പ്രതിപക്ഷം JPC അന്വേഷണത്തിനൊക്കെ ആവശ്യപ്പെട്ടെങ്കിലും ഭരണപക്ഷം ഒട്ടും വഴങ്ങിയിട്ടില്ല. ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കാനുള്ള അമേരിക്കൻ ആസൂത്രണം എന്നൊക്കെയാണ് BJP ഇതിനെ പ്രതിരോധം തീർക്കുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കേണ്ടത് ഒരു അനിവാര്യമാണ്. സുപ്രീം കോടതിയൊക്കെ ഈ കാര്യത്തിൽ എന്ത് നടപടി എടുക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, അത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. കൽക്കത്തയിലെ RG കാർ മെഡിക്കൽ കോളേജിൽ PG വിദ്യാർത്ഥിയായിട്ടുള്ളൊരു വനിതാ ഡോക്ടർ അവരുടെ സെമിനാർ ഹാളിൽ വെച്ച് അതിക്രൂരമായിട്ട് ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെടുകയുണ്ടായി. അപ്പോൾ ഇതിനെ തുടർന്ന് വലിയ പ്രക്ഷോഭം ആദ്യം കൽക്കട്ടയിലും പിന്നീട് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലുമൊക്കെ ആയിട്ട് സംഭവിക്കുകയുണ്ടായി. അപ്പോൾ ഇത് ബംഗാളിലെ മമതാ ബാനർജി സർക്കാരിനെതിരെയൊക്കെ ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ സ്ത്രീ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെട്ടു. അതുപോലെ തന്നെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ഹെൽത്ത് പ്രൊഫഷണൽസിനും ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഒക്കെ സുരക്ഷിതത്വം ആവശ്യമാണെന്നും അതിനായിട്ടുള്ള പുതിയ ചട്ടങ്ങളും നടപടികളും കേന്ദ്ര സർക്കാർ കൈക്കൊള്ളണമെന്നും IMAയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പ്രക്ഷോഭങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അതുപോലെ റീക്ലെയിം ദ നൈറ്റ് മാർച്ച് കൽക്കട്ടയിലെ RG കാർ ഹോസ്പിറ്റലിലേക്ക് പ്രത്യേകിച്ച് സ്ത്രീകളുടെ നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി. എന്നാൽ ആ സമയത്ത് പുറമേ നിന്ന് വന്ന ഗുണ്ടകൾ അവിടെ പ്രശ്നങ്ങളും അലങ്കോലങ്ങളും ഒക്കെ സൃഷ്ടിക്കുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും RG കാർ ഹോസ്പിറ്റലിലേക്ക് അവർ ഹോസ്പിറ്റലിൽ കയ്യേറുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പേരിൽ ബംഗാളിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ തമ്മിൽ ശക്തമായിട്ടുള്ള പ്രത്യാരോപണങ്ങളാണ് നടക്കുന്നത്. ഇനി ഇത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ത്യയിൽ സ്ത്രീകളുടെ സുരക്ഷ എന്നുള്ളത്, ഈ കാര്യത്തിൽ ഭരണകൂടത്തിനൊക്കെ ശക്തമായിട്ടുള്ള നടപടികൾ ഇതിനായിട്ട് എടുക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി ഇന്ത്യയുടെ UN പെർമനൻ്റ് അംബാസഡറെ സംബന്ധിച്ചിട്ടാണ്. നമുക്കറിയാം രുചിര കമ്പോജ് അവരുടെ 2 വർഷത്തോളം നീണ്ട സേവനങ്ങൾക്ക് ശേഷം ജൂലൈയിൽ വിരമിക്കുകയുണ്ടായി. അപ്പോൾ ആ സ്ഥാനത്തേക്ക് വളരെ സീനിയർ ഡിപ്ലോമാറ്റായിട്ടുള്ള പർവ്വതനേനി ഹരീഷ്, അദ്ദേഹമാണ് ഇനി ഇന്ത്യയുടെ UN പെർമനൻ്റ് അംബാസഡർ. നമുക്കറിയാം UN പെർമനൻ്റ് അംബാസഡറാണ് UN എല്ലാ പ്രധാനപ്പെട്ട ഡിസ്കഷനുകളിലും വോട്ടിങ്ങിലും എല്ലാം ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. അങ്ങനെ വളരെ ഉന്നതമായിട്ടുള്ള സ്ഥാനത്തേക്കാണ് പർവ്വതനേനി ഹരീഷ് നിയമിതനാവുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നിയമനം ED ഡയറക്ടറെ സംബന്ധിച്ചിട്ടാണ്. ഇപ്പം 1 വർഷത്തോളമായിട്ട് EDക്ക് ഡയറക്ടറില്ലായിരുന്നു. ഇപ്പോൾ ആക്ടിംഗ് ഡയറക്ടറായിട്ടുള്ള രാഹുൽ നവീനാണ് ഇതുവരെ ആ ഒരു സ്ഥാനം വഹിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തെ സ്ഥിരം ഡയറക്ടറാക്കിക്കൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുന്നു. അപ്പോൾ ഇതിന് ഇനി എന്ത് സംഭവങ്ങളുണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നമുക്ക് പ്രത്യേകിച്ചറിയാം ഈ NDA സർക്കാരിൻ്റെ കാലത്ത് ED എന്നുള്ളത് ഒരു വളരെ ശക്തമായിട്ടുള്ളൊരു സ്ഥാപനമായിട്ട് മാറുകയുണ്ടായി. നമുക്കറിയാം അരവിന്ദ് കെജ്രിവാൾ, ഹേമന്ത് സോറൻ ഇവരുടെയൊക്കെ അറസ്റ്റ് നടക്കുന്നത് രാഹുൽ നവീൻ EDയുടെ താൽക്കാലിക ഡയറക്ടറായിരുന്ന സമയത്താണ്. ഇപ്പോൾ ഹേമന്ത് സോറൻ ജാമ്യം കിട്ടി വെളിയിലാണ്. 2 ആഴ്ച മുമ്പ് മനീഷ് സിസോദിയയ്ക്കും ജാമ്യം കിട്ടി. എന്നാൽ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിലൊക്കെ നമുക്ക് ഇനി രാഹുൽ നവീൻ്റെ വരും കാല പ്രവർത്തനങ്ങൾ എന്തൊക്കെയാവുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം ഇന്ത്യയുടെ ഹോം സെക്രട്ടറി ആയിട്ട് ഗോവിന്ദ് മോഹൻ നിയമിതനായി എന്നുള്ളതാണ്. അജയ് കുമാർ ഭല്ല വിരമിക്കുന്ന ഒഴിവിലേക്കാണ് ഗോവിന്ദ് മോഹൻ വരുന്നത്. ക്യാബിനറ്റ് സെക്രട്ടറി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഉദ്യോഗസ്ഥ തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയാണ് ഹോം സെക്രട്ടറി എന്നുള്ളത്.
ആഭ്യന്തര കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വസ്തുതകളിലും ആഭ്യന്തരമന്ത്രിയെ ഉപദേശിക്കേണ്ടതും കാര്യങ്ങൾ ഗ്രൗണ്ടിൽ നിവർത്തിക്കേണ്ടതുമെല്ലാം ഹോം സെക്രട്ടറിയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച തന്നെയാണ് ജമ്മു കാശ്മീരിലേക്കും ഹരിയാനയിലേക്കുമുള്ള ഇലക്ഷൻ്റെ കാര്യം ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചത്. സെപ്റ്റംബർ അവസാനവും ഒക്ടോബർ ആദ്യവുമായിട്ട് നടക്കുന്ന ജമ്മു കാശ്മീർ ഇലക്ഷൻ ആഭ്യന്തര മന്ത്രാലയത്തെ സംബന്ധിച്ചിടത്തോളം സുരക്ഷയുടെ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വെല്ലുവിളി തന്നെയാണ്. അപ്പോൾ ജമ്മുവിലും ഇപ്പോൾ നോർത്തേൺ കാശ്മീരിലും എല്ലാം വളർന്നു വരുന്ന മിലിറ്റൻസിയും തീവ്രവാദവും ദിവസേന എന്നോണമാണ് ഭീകരാക്രമണങ്ങൾ അവിടെ നടക്കുന്നത്. ഈ ഒരു അവസരത്തിൽ ഇലക്ഷൻ്റെ സമയത്ത് സുരക്ഷ ഒരുക്കുക എന്നുള്ള ആഭ്യന്തര മന്ത്രാലയത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി തന്നെയായിരിക്കും. 2014 ശേഷം ആദ്യമായിട്ടാണ് ജമ്മു കാശ്മീരിൽ നിയമസഭാ ഇലക്ഷൻ നടക്കുന്നത്. ആർട്ടിക്കിൾ 370 2019 റദ്ദാക്കിയതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ നിയമസഭാ ഇലക്ഷനാണ്. ഒരു യൂണിയൻ ടെറിട്ടറി എന്നുള്ള നിലയിൽ ജമ്മു കാശ്മീരിലെ ആദ്യത്തെ നിയമസഭാ ഇലക്ഷനാണെന്ന പ്രത്യേകതയുമുണ്ട്. അപ്പം ഗോവിന്ദ് മോഹനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അസൈൻമെൻറ്റിൻ്റെ തുടക്കം തന്നെ ഒരു വലിയ വെല്ലുവിളിയോടെയാണ് എന്ന് പറയാം. അതുപോലെ തന്നെ 70ാമത് ദേശീയ സിനിമാ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ആഴ്ചയാണ്. മലയാള സിനിമയായിട്ടുള്ള ആട്ടമാണ് ഏറ്റവും മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ആനന്ദ് ഏകശ്രീ സംവിധാനം ചെയ്ത ആട്ടത്തിന് ഇതുകൂടാതെ മറ്റ് 2 അവാർഡുകളും കൂടി കിട്ടി. മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡും മികച്ച എഡിറ്റിങ്ങിനുള്ള അവാർഡും ആട്ടത്തിന് തന്നെയാണ് കിട്ടിയത്. അതുപോലെ തന്നെ മികച്ച സംവിധായകനായിട്ട് സൂരജ് ബർജത്വ, ഉഞ്ചായ് എന്ന ഹിന്ദി സിനിമയുടെ സംവിധായകനായിട്ടുള്ള സൂരജ് ബർജത്വയാണ് മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുപോലെ മികച്ച നടനായിട്ട് ഋഷഭ് ഷെട്ടി, കന്നഡ സിനിമയായിട്ടുള്ള കാന്താരയുടെ അഭിനയത്തിന് അതിൻ്റെ സംവിധായകനും കൂടിയായിട്ടുള്ള ഋഷഭ് ഷെട്ടിയാണ് മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച നടിയായിട്ട് 2 പേരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. തിരുച്ചിത്രാമ്പലം എന്ന സിനിമയിൽ അഭിനയത്തിന് നിത്യ മേനോനും അതുപോലെ തന്നെ കച്ച് എക്സ്പ്രസ് എന്ന സിനിമയിൽ അഭിനയത്തിന് മാനസി പരേഗുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുപോലെ തന്നെ മികച്ച മലയാള സിനിമയായിട്ട് തരുൺ മൂർത്തിയുടെ സൗദി വെള്ളയ്ക്ക തിരഞ്ഞെടുക്കപ്പെട്ടു. അതുപോലെ മികച്ച ജനപ്രിയ സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കാന്താരയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ സിനിമാ അവാർഡുകളും പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ആഴ്ചയാണ്. മികച്ച സിനിമയായിട്ട് ജിയോ ബേബിയുടെ കാതൽ തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ ആടുജീവിതമാണ് അവാർഡിൽ കൂടുതൽ തിളങ്ങിയത്. ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് പൃഥ്വിരാജിന് ലഭിച്ചു. അതടക്കം 9ഓളം പുരസ്കാരങ്ങൾ ആടുജീവിതത്തിനാണ് ലഭിച്ചത്. മികച്ച സംവിധായകനായിട്ട് ബ്ലസ്സി തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച നടിമാരായിട്ട് 2 പേരാണ്. ഉള്ളൊഴുക്കിൽ അഭിനയത്തിന് ഊർവശിയും അതുപോലെ തടവ് എന്ന സിനിമയിൽ അഭിനയത്തിന് ബീന ആർ ചന്ദ്രനും. 3 പതിറ്റാണ്ടുകളായിട്ട് അമച്ചർ നാടകവേദിയിലെ സജീവ സാന്നിധ്യമാണ്. ഇപ്പോൾ അവർ സിനിമാ മേഖലയിലും അവരുടെ മികവ് അറിയിച്ചിരിക്കുന്നു. ഇനി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഉണ്ടായ ആഴ്ചയായിരുന്നു കടന്നുപോയത്. കുട്ടി അഹമ്മദ് കുട്ടി, മുസ്ലിം ലീഗിൻ്റെ വലിയ നേതാവും മന്ത്രിയുമൊക്കെയായിരുന്ന കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു. നമുക്കറിയാം, പിന്നോക്ക രാഷ്ട്രീയത്തിൻ്റെ വലിയ വക്താവ് കൂടിയായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടി. മർദ്ദിതരായവരുടെ, അവഗണിക്കപ്പെട്ടവരുടെ പോരാട്ടം ഏറ്റെടുത്ത് മുന്നോട്ട് നയിക്കുന്നതിലും സംസ്ഥാനത്തെ പിന്നോക്ക വിഭാഗങ്ങളുടെ ഐക്യമുന്നണി കെട്ടിപ്പടുക്കുന്നതിലുമെല്ലാം നിർണായക പങ്ക് വഹിച്ച കുട്ടി അഹമ്മദ് കുട്ടി വളരെ വിഷണറി ആയിട്ടുള്ളൊരു ലീഡറായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ആദ്യ മന്ത്രിസഭയിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്ത അദ്ദേഹം അധികാരങ്ങൾ കൂടുതലായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്നതിൻ്റെ വക്താവ് കൂടിയായിരുന്നു. അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം. മറ്റൊരു പ്രധാനപ്പെട്ട വിയോഗവുമുണ്ടായി. ക്വീനി ഹലേഗ്വ, കേരളത്തിലെ അവസാനത്തെ പരദേശി ജൂത വനിതയായിരുന്നു ക്വീനി ഹലേഗ. അവർ അന്തരിച്ചു. ഇനിയിപ്പോൾ അവരുടെ അനന്തരവനാണ് ഇനി അവസാനത്തെ പരദേശി ജൂത വ്യക്തി ഇനി കേരളത്തിലുള്ളത്. നമുക്കറിയാം, കേരളത്തിലെ വികാസത്തിലൊക്കെ ഒരുപാട് സംഭാവന ചെയ്ത സമൂഹമാണ് ജൂത സമൂഹം. കേരളത്തിലെ ജൂത സമൂഹം പ്രധാനമായിട്ടും 2 കാറ്റഗറി ആയിരുന്നു. ഈ പറഞ്ഞ പോലെ പരദേശി ജൂത സമൂഹവും അതുപോലെ തന്നെ മലബാറി ജൂതന്മാരും. 14 മലബാറി ജൂതന്മാർ ഇപ്പോഴും കേരളത്തിൽ അവശേഷിക്കുന്നുണ്ട്. എന്നാൽ ഇനിയിപ്പോൾ പരദേശി ജൂതനായിട്ട് ഒരാൾ മാത്രം, ക്വീനി ഹലേഗയുടെ അനന്തരവൻ മാത്രമാണ് അവശേഷിക്കുന്നത്. അപ്പം ക്വീനി ഹലേഗ അവർ സാമുവൽ കോഡർ എന്ന് പറയുന്ന ജൂത സമൂഹത്തിൽ വളരെ സമുന്നതനായിട്ടുള്ളൊരു വ്യക്തിയുടെ മകളായിരുന്നു. സാമുവൽ കോഡർ മുൻപ് കൊച്ചി രാജ്യത്തെ സ്വകാര്യ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂട്ടറൊക്കെ ആയിട്ട് പ്രവർത്തിച്ച ആളായിരുന്നു. അതുപോലെ തന്നെ കൊച്ചിയിലെ ബോട്ട് സർവീസിംഗ് മേഖലയിലുമെല്ലാം ഒരുപാട് സംഭാവനകൾ നൽകിയ വ്യക്തിയായിരുന്നു സാമുവൽ കോഡർ.
നമുക്കറിയാം ഇസ്രയേലിൻ്റെ രൂപവത്കരണത്തിന് ശേഷം കേരളത്തിലെ ജൂത സമൂഹം ഏകദേശം എല്ലാ ആളുകളും തന്നെ വളരെ കുറച്ച് പേരൊഴിച്ച് മറ്റുള്ള എല്ലാവരും ഇസ്രയേലിലേക്ക് കുടിയേറുകയാണ് ഉണ്ടായത്. ഇന്ന് ഇസ്രയേലിൻ്റെ വടക്കും തെക്കുമുള്ള ഒരുപാട് സെറ്റിൽമെൻറ്റുകളായിട്ട് 5000-ലധികം ആളുകൾ ഇങ്ങനെ അവരവരുടെ അറിയപ്പെടുന്നത് കേരള ജ്യൂസ് എന്നും മലബാർ ജ്യൂസ് എന്നും ഒക്കെ അറിയപ്പെടുന്നുണ്ട്. ഏകദേശം 5000-ലധികം ആളുകൾ ഇങ്ങനെ മലയാളി എത്നിസിറ്റിയിൽ അവിടെയുണ്ട്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക പൈതൃകത്തിനൊരു വലിയ നഷ്ടം തന്നെയാണ്, ഒരു വലിയ ഏടിൻ്റെ അവസാനമാണ് ക്വിനി ഹലേഗയുടെ വിയോഗം. അതുപോലെ മറ്റൊന്നൊരു പ്രധാനപ്പെട്ട നേട്ടമാണ് കേരള ഹൈക്കോടതി ഒരു ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് ഡിജിറ്റൽ കോടതി കൊല്ലത്ത് സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളതാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അത് കേരള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ്, അതിൻ്റെ ഒരു ഭൂഭാഗം എന്നുള്ള നിലയിലാണ് കൊല്ലത്ത് ഇന്ത്യയുടെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി സ്ഥാപിക്കപ്പെട്ടത്. ഇത് നെഗോഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് ചെക്ക് മടങ്ങുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുകയാണ് ഈ ഡിജിറ്റൽ കോടതി ചെയ്യുന്നത്. അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ ജുഡീഷ്യൽ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടം തന്നെയാണ് ഇതെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഇനി നമുക്ക് അടുത്ത ആഴ്ച കാണാം. നന്ദി.